ഇപ്പോൾ അതിൻ്റെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ കാഴ്ച, പുതിയ അനുഭവത്തിലേക്ക് കൂടി ക്ഷണിക്കുകയാണ്. ആ ദൗത്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ, ലോങ് വിഷ്വൽ, വൈഡ് വിഷ്വൽ നമ്മൾ കാണിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടുതൽ അറിവിലേക്കും ആ ഭൂപ്രകൃതിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് പോകുന്ന ദൃശ്യങ്ങളാണ്. കോടനാടിനടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏതാണ്ട് ഈ ആന സംരക്ഷണ കേന്ദ്രത്തിലേക്ക്, അഭയാരണ്യത്തിലേക്ക് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു എന്ന് വേണം ഇതുകൊണ്ട് മനസ്സിലാക്കാൻ. ഇപ്പോൾ ആനയും അധിക ദൂരം ഇനി എടുക്കില്ലെന്നാണ് തോന്നുന്നത്. ആനയും വഹിച്ചുകൊണ്ടുള്ള വാഹനം വരുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ ആനയും വഹിച്ചുകൊണ്ടുള്ള ആ യാത്രയാണ്. ഇനി അഭയാരണ്യത്തിലേക്ക് എത്തിക്കണം. ആന പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിച്ച് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ കൂടുണ്ട്. അവിടെയാണ് ഇനി പരിപാലനം നടത്തേണ്ടത്. ആഴമേറിയ മുറിവാണുള്ളത്. ആ മുറിവിൽ മരുന്ന് വയ്ക്കണം. ഇപ്പോൾ മരുന്നിൻ്റെ ഡോസ് അനുസരിച്ച് ഇനി ആന ഉണരണം. ഇപ്പോൾ നമുക്കറിയാം, ഇതുവരെ ആ കാട്ടിൽ ദുരിതങ്ങൾ അനുഭവിച്ച് വേദന തിന്നു ഒരു മയക്കത്തിന് ശേഷം മറ്റൊരു ലോകത്തേക്ക്, മറ്റൊരു ഇടത്തിലേക്ക്, മറ്റൊരു കൂട്ടിലേക്ക്, മനുഷ്യ നിർമ്മിത കൂട്ടിലേക്ക് ആ ആന എത്തുന്നു. ഉണരുമ്പോൾ അവൻ മറ്റൊരു ലോകത്താണ് എന്ന അനുഭവം അവനെ സംബന്ധിച്ചോളം ആശ്വാസത്തിൻ്റെതായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 90% മാത്രമാണ് നമ്മൾ പിന്നിട്ടിരിക്കുന്നത്. ഇനിയുള്ള ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ കരങ്ങളിലാണ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വെറ്റിനറി ഡോക്ടർമാർ, മികച്ച ടീമാണ് നമുക്കുള്ളത്. ആ ടീമിൻ്റെ കൈകളിലേക്ക് ആനയെ എത്തിക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസം കൂടിയുണ്ട്. ഇപ്പോൾ കോടനാട് നിന്ന് രാഗൻ കൂടി ചേരുന്നുണ്ട്. രാഗൻ, അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തും എന്നാണ് വിവരം ലഭിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആനയും കൊണ്ട് ഈ വാഹനം കോടനാട് ലക്ഷ്യമാക്കി, അഭയാരണ്യം ലക്ഷ്യമാക്കി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആകാശ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ കോടനാട് നിന്നുള്ള വിവരം എന്താണ്? ഈ ചികിത്സാ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടേക്ക് ആനയെ എത്തിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അത് പൂർണ്ണമായി തന്നെ വിജയിച്ചു എന്നതാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആത്മവിശ്വാസം വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇനി ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ചികിത്സയാണ്. അത് സ്വാഭാവികമായിട്ടും സാധിക്കും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ഇവിടെ അഭയാരണ്യത്തിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കൂട് നിർമ്മാണം ഇന്ന് പുലർച്ചെ കൊണ്ടാണ് തീർന്നത്. കാരണം ദ്രുതഗതിയിൽ തന്നെ ആ കാര്യങ്ങൾ തീർപ്പാക്കുകയായിരുന്നു. ഇതോടൊപ്പം ആന സാധാരണഗതിയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ചും കൂടിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ അല്പം പരിഭ്രാന്തനാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടുള്ള എല്ലാ വിദഗ്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആനയ്ക്കായി പ്രത്യേക നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം വനംവകുപ്പിനെ സംബന്ധിച്ചുള്ള സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തുകളുടെ പറയുന്നത്